കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു മീൽസ് കഴിച്ചൊരു ഫീലുണ്ട് അല്ലേ? ഞാൻ ആദ്യം പോർക്ക് കഴിച്ചു. പോർക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ എന്ന് ഓർത്തിട്ട് മീൻ മുട്ട കഴിച്ചപ്പോൾ അതിനേക്കാളും ടേസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് അച്ചാറ് കഴിക്കുമ്പോൾ അത് അച്ചാർ അതിനേക്കാളും ടേസ്റ്റ്. എന്ത് എനിക്ക് മോരാണ് ഒന്നിനും ഒന്ന്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ലേ? ഗുഡ് മോർണിംഗ് ആണ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നമ്മള് 2 ദിവസമായിട്ട് ഇതേ പൊസിഷനിൽ വെച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുക. നമ്മള് ഡ്രസ് മാത്രം മാറുന്നു. ഡ്രസ് മാത്രം. ആൾക്കാർ വിചാരിക്കും നിങ്ങൾ ചുമ്മാ ഡ്രസ് മാറ്റി വീഡിയോ ഇതന്നെയാണോ പണി? വെറുതെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വീഡിയോ എടുത്തിട്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്ന് പറയുന്നത് എന്താ നിങ്ങൾ ഭ്രാന്താന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല. ഇന്ന് നമ്മള് ഇപ്പൊ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോടാണ് ഗൈസ്. കോഴിക്കോട്. ഇന്ന് നമ്മള് എങ്ങോട്ടാ പോകുന്നേ? നമ്മള് കൊച്ചിക്ക് പോവാണ് ഗൈസ്. നമ്മള് കോഴിക്കോട് ടു കൊച്ചി ട്രാവലിംഗ് റൈഡിലാണ്. ഇന്നത്തെ ദിവസം ഇസ് എ ട്രാവൽ വ്ലോഗ് ഫോർ യു ഗൈസ്. ഞങ്ങള് ട്രാവൽ വ്ലോഗ് എൻജോയ് ചെയ്യും. ഞങ്ങളെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്ന അറിയില്ല. ചിലപ്പോ അഡ്വഞ്ചർ ആയിരിക്കും, നമ്മൾ എൻജോയ് ചെയ്യുമോന്ന് അറിയില്ല. ചിലപ്പോ നമുക്ക് സമാധാനമായിട്ട് പോകും. അതെ, ഒരു അഡ്വഞ്ചറും ഇല്ല നമ്മുടെ ലൈഫിൽ ഇനി. അല്ല, ഇങ്ങനത്തെ റോഡിലുള്ള അഡ്വഞ്ചേഴ്സ് ഒന്നും ഇല്ല. നമ്മൾ സമാധാനമായിട്ട് പോവാ. അതാണ് നമ്മുടെ ഒരു പ്ലാൻ. നമ്മളെ എക്സ്പെക്ടേഷൻ എങ്ങനെയാ നമുക്ക് നോക്കാം. ഇന്നത്തെ ഡേ നമുക്ക് എങ്ങനെ പോകുന്നു, ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യുമ്പോ എന്ത് കൂടെയൊക്കെ നമ്മൾ പാസ് ചെയ്ത് പോകണം, ഭയങ്കര കാമായിട്ട് പോകുന്നു. നമുക്ക് നോക്കാം. കോഴിക്കോട് ടു കൊച്ചി യാത്ര നമുക്ക് കാണാം. നമ്മള് പെട്രോൾ പമ്പിലാണ്. പെട്രോൾ പമ്പിൽ എന്തിനാ വന്നത്? ചായ കുടിക്കാൻ. ഞങ്ങള് പെട്രോൾ പമ്പിൽ ചായ കുടിക്കാനാണ് വരാ സാധാരണ. അതെ, സാധാരണ ഞാൻ പെട്രോൾ പമ്പിൽ കയറ്റുന്നത് ടോയ്ലറ്റ് കയറാൻ വേണ്ടിട്ടാണ്. ശരിയാ, ഞാൻ മാക്സിമം പെട്രോൾ പമ്പിൽ എല്ലാരെയും പറ്റിക്കും ഗൈസ്. ഇങ്ങനെ ഞാൻ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിലേ കൂടെ പോയിട്ട് ടോയ്ലറ്റിന് അവിടെ പോയി നിർത്തിയേക്കും. ഞാൻ കുറച്ച് പെട്രോൾ പെട്രോൾ അടിക്കില്ല, അങ്ങനെ എടുത്തിട്ട് പോയേക്കും. അവര് നോക്കി ഏത് ഡ്രൈവൻ. മാക്സിമം എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ നമ്മളൊരു ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഉള്ളൊരു ടോയ്ലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ പെട്രോൾ പമ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ടോയ്ലറ്റിൽ പോകുന്ന ഓപ്ഷനേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എവിടെ പോകണം ഗായ്സ്? നിങ്ങൾ പറയൂ, എവിടെ പോകും നമ്മൾ? അതാണ് ഓപ്ഷൻ. സോ ഈ ഇടയ്ക്ക് ഇങ്ങനെ പെട്രോൾ പമ്പിന് എന്തോ റൂൾസ് ഒക്കെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചാലേ ടോയ്ലറ്റ് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പെട്രോൾ പമ്പ് ഓപ്പൺ ആണെങ്കിൽ വാഷ്റൂം ഓപ്പൺ ആക്കി കൊടുക്കണം. ആണോ? അത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. സോ ഞാൻ ഇതൊന്നും മൈൻഡ് ആക്കാറില്ല. പെട്രോൾ പമ്പ് കണ്ടാൽ എനിക്ക് റെസ്റ്റ് റൂമിൽ പോകണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എവിടെ ആയാലും പോകും. അതാണ് ഞാൻ. എന്താ കൊച്ചു നോക്കുന്നേ? വ്ളോഗിൽ വരണോ? നീ ഉണ്ട് വ്ളോഗിൽ. യു ആർ ഓൾസോ പാർട്ട് ഓഫ് ദ വ്ളോഗ്. ഓക്കെ, ഒരു പട്ടിക്കുട്ടി വരുന്നുണ്ട്. കുട്ടിയല്ല, പട്ടിക്കുട്ടിയല്ല, ബിഗ് പട്ടി. നമുക്ക് പെട്രോൾ അടിക്കാം. അത് പോയി. ആ ബസ്സാണ് ഇവിടെ ഫുള്ള് റാഷ് ഡ്രൈവ് ചെയ്യുന്നത്. ആ ബസ് മാത്രമല്ല, കുറെ ബസ്. നമ്മളിപ്പോ പുള്ളി നല്ലോണം ഓൺ അടിച്ച് ഒതുക്കിയിട്ടിട്ടാണ് പോയത്. അതിനേക്കാളും സ്പീഡിൽ കേറി കൊടുത്തു ഇവർക്ക് വേണ്ടിട്ട്. വേറെ വഴിയില്ലായിരുന്നു. ആളെ നമുക്ക് പിടിക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം ആളെങ്ങനെയാ പോണെന്ന്. നേരത്തെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. വണ്ടി കേറാതിരിക്കാൻ വേണ്ടിട്ടാണ് ആളിങ്ങനെ വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. വേറെ വണ്ടി ഫ്രണ്ടിൽ പോവാതിരിക്കാൻ വേണ്ടിട്ട്. എന്തല്ലേ ബസ്സിന്റെ ഒക്കെ ഒരു അഹങ്കാരം. അതെ, ഇവര് മാത്രം റോഡിൽ പോയാൽ മതി എന്നുള്ളൊരു വിചാരമാണ്. എന്നിട്ട് നമ്മള് ഇപ്പൊ റോഡിന്റെ സൈഡിൽ സ്ഥലമുണ്ട്, അതുപോലെ അവര് തരുന്നില്ല ഇപ്പൊ. സൈഡ് ഒതുക്കിയല്ലേ നിർത്തണ്ടേ യൂഷ്വലി ആളെ കയറ്റാൻ വേണ്ടി. അതെ, ഇവരാണെങ്കിൽ നടുക്ക് നിർത്തി വെച്ചേക്കുന്നത്. ഈ ബസ് ഒന്ന് ശ്രദ്ധിക്കുക ഗൈസ്. മെയിൻ റോഡിൽ കേറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു പോക്ക് നമുക്ക് കാണാം. ചിലപ്പോ നമുക്ക് കിട്ടില്ല. ആ ഒരു രീതിക്കാണ് പോകുന്നത്. നമുക്ക് അതുപോലെ പോകാൻ പറ്റില്ല. ബിക്കോസ് നമ്മളൊരു മാന്യമായ രീതിക്കല്ലേ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സെന്ററിൽ കൂടി ഇതാണ് ഗൈസ് ഇവിടുത്തെ പ്രശ്നം. ഒരുത്തൻ റൈറ്റ് എടുക്കാൻ പോകുന്ന അതിന്റെ റൈറ്റിൽ കൂടെ ഒരുത്തൻ ഓവർടേക്ക് ചെയ്ത് പോയി. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവര് ഭയങ്കര ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു ഡ്രൈവിംഗ് ആണ് ഇവിടെ ഞാൻ കാണുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഇങ്ങനെ ആണോ. അവൻ നല്ലതാ ഇപ്പൊ കിട്ടുവേ. അങ്ങോട്ട് കാണിക്കേ. അവൻ റൈറ്റ് സൈഡ് എടുത്താണ് ഫുള്ള് അവൻ റൈറ്റ് എടുക്കുന്നത്. ലെഫ്റ്റിൽ അവൻ പോകേണ്ടത്.
പക്ഷെ ഇവരൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഇവരൊക്കെ എങ്ങനെ പോകുന്നത് മനസ്സിലാവുന്നില്ല. 2 ബസ് അടുത്ത 2 അല്ല 3 ബസ്സുകൾ തമ്മിൽ ഇവിടെ ഭയങ്കര കൂട്ടിമുട്ടലും. ഇതാ ഇവിടെ ഒരു ബസ്, അവിടെ ഒരു ബസ്. അയ്യോ ഇതെന്ത് ഇത്, ബസ് മാത്രമേ ഉള്ളൂ ഈ റോഡില്? ഇവിടെ വേറെ ആർക്കും പോകണ്ടേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്മാരുടെ ഓട്ടം കാരണം നമുക്ക് റോഡിൽ ഇറങ്ങാൻ പേടിയാവുന്നു എനിക്കൊക്കെ. ഇവര് സമയത്തിന് എത്തിക്കാൻ വേണ്ടിട്ടാ ഇത്ര പിടയ്ക്കുന്നതെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. നമ്മള് ഇവിടുന്ന് ഹൈവേ എത്തി. നമ്മളിനി നേരെ ഹൈവേയിൽ കേറാൻ പോകുന്നു. ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ നേരെ ഒറ്റ ചവിട്ട് അങ്ങോട്ട് കൊച്ചി. കൊച്ചി വി ആർ കമ്മിങ്. കൊച്ചി ഞങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അന്ന് അങ്ങോട്ട് ഫാസ്റ്റ് ആയിരിക്കും, ബസിന്റെ കളിയൊന്നും ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും. നമ്മള് ഈ ഹൈവേയിൽ കയറാം. ഹൈവേ നല്ല രസമുണ്ട്. ഓക്കെ, നമ്മളിനി എപ്പോഴാ അങ്ങോട്ട് അതിലേക്ക് താഴെ കൂടെ പോയിട്ട് അങ്ങോട്ട് മുകളിൽ കൂടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. മെയിനിൽ കയറണല്ലേ, നമ്മളിപ്പോ സൈഡിലല്ലേ ഉള്ളത്? അതെ, മെയിനിൽ കയറണം. ഈ വ്യൂ നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് നേരം ഞാൻ ഇതൊന്ന് ആസ്വദിച്ചോട്ടെ. നമ്മള് NH66 അല്ലേ ഇത്? അതെ NH66 ഹൈവേയിൽ കയറി ഗൈസ്. ഇനി നേരെ കോഴിക്കോടില്ല കൊച്ചി പോവാ. കൊച്ചി ഇനി ഒരു 100 എത്ര കിലോമീറ്റർ ഉണ്ടോ? ഒരു 200 കിലോമീറ്റർ. ഇനി ഹൈവേ ഒരു 100 കിലോമീറ്റർ എത്ര ഹൈവേ ഉണ്ടാവും തോന്നുന്നു ഈ ഹൈവേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൽ കൂടെ കറങ്ങി ഇങ്ങോട്ട് തൃശ്ശൂരൊക്കെ കയറി പോവാം. ഇതാണ് ഗൈസ്, നേരെ പോവാ. ഹൈവേ കണ്ടോ? ഈ ഹൈവേയിലല്ലേ നമുക്കൊരു മാക്സിമം ഒരു സ്പീഡ് ഒരു 100-120 റേഞ്ചിൽ നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് പെട്ടെന്ന് എത്തുന്നത്. ഒരു 100-120 ആ ഒരു ആവറേജ് സ്പീഡ് പിടിച്ച് നമുക്ക് പോകാൻ പറ്റും. ഈ ഹൈവേയും ഈ സ്കൈയും കൂടെ ഭയങ്കര അടിപൊളി ലുക്ക് ആയിട്ടുണ്ട്. നോക്കിക്കോ, ഇത് കണ്ടേ ഇരിക്കാം. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടടാ. അത് വ്യൂ നല്ലതാണ്. ഈ ഹൈവേയിൽ വണ്ടി ഓടിച്ചു പോകാനും നല്ല രസമാണ്. നമുക്ക് മിനിമം ഞാൻ പറഞ്ഞില്ലേ 100-120 റേഞ്ചിൽ പിടിച്ച് അങ്ങനെ പോവാം. ഈ ഒരു കട്ടിങ് ഇടയ്ക്ക് ഈ കോഴിക്കോട് വരുമ്പോ, ഈ കോഴിക്കോട് അടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടികൾ ഈ ചെറിയ പോക്കറ്റ് റോഡിൽ നിന്നൊക്കെ ഇങ്ങനെ കയറുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ ഒരു എക്സിറ്റ് ഓൺലി എന്ന് പറഞ്ഞ ഒരു സാധനം ഇട്ടുണ്ട്. അതിനകത്ത് മാത്രം എക്സിറ്റ് മാത്രമേ ഉള്ളൂ, എൻട്രി ഭയങ്കര കുറവായിരിക്കും. ഇത് കറക്റ്റ് ആണ്. ഇത് കോഴിക്കോട് വരുമ്പോ മാത്രം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ പോക്ക. ഇനി ഇടയ്ക്ക് ഒരു സ്ഥലത്ത് മാത്രം എന്തോ ഒരു പണി നടക്കുന്നുണ്ട്, ആ ഒരു ചെറിയൊരു ഡിലേ മാത്രമേ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡിലേ ഇല്ല, ഒറ്റ പോക്കാൻ. പിന്നെ ഞാൻ വരുമ്പോ ശ്രദ്ധിച്ചത് കോഴിക്കോട് വരുമ്പോ മാത്രമാണ്, എന്ന് വെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ കോഴിക്കോട് എത്തുമ്പോ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. എന്താന്ന് വെച്ചാൽ കോഴിക്കോടാണ് കുറെ ഇങ്ങനെ ഫ്ലാറ്റ്സും ബിൽഡിങ്ങും കുറച്ച് സിറ്റി പോലെ കുറച്ച് ഫീല് കിട്ടുന്നത്. ബാക്കി വരുന്ന വഴിക്കൊക്കെ ഓരോ സിറ്റി ഉണ്ടെങ്കിലും കോഴിക്കോടാണ് ഫ്ലാറ്റ് അങ്ങനത്തെ ഒരു കൾച്ചർ ഇല്ല. അപ്പൊ കോഴിക്കോട് അങ്ങനത്തെ കൾച്ചറും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും കോഴിക്കോട് എത്തുന്നത് കൊച്ചിന്ന് വരുമ്പോ. ഇതാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. പോവല്ലേ? ഓർപ്പിക്കല്ലേ? നമ്മളിപ്പോ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോവാന്നറിയോ നിങ്ങൾക്ക്? ഒന്ന് ഗസ് ചെയ്യോ? കണ്ടാ മനസ്സിലാവില്ല. നമ്മള് മീറ്റർ കാണിച്ചു തരാം. നമ്മള് 100-120 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഈ ഹൈവേയില്. നമുക്ക് എത്ര സ്പീഡിൽ പോയാലും നല്ലൊരു റോഡായതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാണ്ട് പോകാൻ പറ്റും. ആരും ഡ്രിങ്ക് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യില്ല ഗൈസ്. സ്പീഡ് ബ്രേക്കർ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ എന്താ പണി നടക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് എവിടെയോ പണി നടക്കുന്ന ഇവർ രണ്ടുപേരും മുട്ടുവോ? തിരിച്ചു വിട്ടല്ല, ഇതില് കേറിട്ട് ഇങ്ങോട്ട് കേറാൻ പറ്റും. ഇപ്പൊ ഇവിടെ എല്ലാം തോന്നുന്നു. ഞാൻ നോക്കിട്ട് പറയാം. സമയമായിട്ടില്ല, 10-11 മണിയല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് വിശപ്പൊന്നുമില്ല. എനിക്ക് വിശക്കുണ്ട്. എന്നാ നമുക്ക് ഹൈവേന്ന് ഇറങ്ങുന്ന വരെ എവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഹൈവേ ഇറങ്ങിയാലേ കഴിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഉള്ളക്കടയാ. എന്താണ് ഇതെന്താ കട ഇത്? നമുക്ക് വേറെ എവിടെയെങ്കിലും 5 സ്റ്റാർ ഒന്നുമല്ല, ഏതെങ്കിലും കടയിൽ നിന്ന് കഴിക്കാം. കുറച്ചും കൂടെ പോവാം. കുറച്ചും കൂടെ പോയിട്ട് കഴിച്ചപ്പോലേ ഇപ്പൊ വേണോ? കുറച്ചും കൂടെ നോക്കാം. ഇവിടെ കാലിക്കറ്റ് എയർപോർട്ട് ഇവിടെയാണ് ഗൈസ്. നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിന്റെ അവിടെ എത്തി. ഇവിടെയാന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. ഇതിലെ കേറി നമ്മൾ താഴേക്ക് ഇറങ്ങും.
പക്ഷെ എന്തിനാ ഈ കട്ടിങ് തിരിച്ചു വിട്ടത്? അന്ന് വന്നപ്പോ ഇത്ര മോളിൽ നിന്നുള്ള ഏതോ റോഡാണ് ഇടിഞ്ഞത്. ഈ റോഡാണോ? അന്ന് വന്നപ്പോ താഴേക്ക് വണ്ടി വരുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടേക്കുള്ളതാണ് തിരിച്ചു വിട്ടത്. ഓക്കെ, നമ്മള് മുകളിൽ കൂടെ കേറിയിട്ട് താഴേക്ക് ഇറങ്ങണം ഗൈസ്. ഇപ്പൊ ഇറങ്ങും. ഓക്കെ, കോഴിക്കോട് റൈറ്റ്, നേരെ പോകുന്ന കോട്ടയം, തൃശ്ശൂർ, കൊച്ചി. എന്തെങ്കിലും കഴിക്കാൻ കിട്ടും നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെയാണോ ആ റോഡ് ഇടിഞ്ഞെന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ പണി ഫസ്റ്റ് തൊട്ട് തുടങ്ങാണോ നമുക്കറിയില്ല. പണി തുടങ്ങുന്നൊന്നുമല്ല, ഈ ഒരു ഗ്യാപ്പ് ഇവര് ഫില്ല് ചെയ്യാനുണ്ട്. നമ്മൾ അത്ര ദൂരം നമ്മൾ ഹൈവേയിലെ വന്നത്, അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ഇവര് ഫില്ല് ചെയ്യുന്ന. അപ്പൊ ഇത് മേ ബി ഇതായിരിക്കും റോഡ് ഇടിഞ്ഞത്. കണ്ടോ ആ പാലം കണ്ടോ? പകുതിക്കില്ല. ഇവിടെ ഈ പാലം കണക്ട് ചെയ്തിട്ടില്ല. ഈ പാലം കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിലപ്പോ ഇതായിരിക്കും ഇടിഞ്ഞത്. അപ്പൊ ഇതിന്റെ പണിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ കുത്തി പൊളിച്ചു വെച്ചേക്കുന്നത്? എത്ര വലിയ ഹിറ്റാച്ചിയും ക്രെയിനും. നമ്മൾ ഈ റോഡൊക്കെ കാണുമ്പോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ പുറകിലുള്ള എഫേർട്ട് ഭയങ്കര വലുതാണ്. എത്ര പേരാ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെന്നറിയോ? ഭയങ്കര കഷ്ടപ്പാടാണ് ഇങ്ങനത്തെ ഒരു റോഡൊക്കെ ഉണ്ടാക്കല്. അപ്പൊ നമ്മള് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഗായ്സ്. നമുക്ക് വിശക്കുന്നു അറിയാലോ, നമ്മൾ ഒരു വിശപ്പ് അറിയാലോ. എല്ലാരും പറയുന്നത് വീഡിയോയില് വിശക്കുന്നു പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഒരു 11:30 അതും അവിടുന്ന് അടിക്കുന്ന. ഓക്കെ, ഒരു 11:30 നമ്മള് ഹൈവേന്ന് പുറത്ത് ഇറങ്ങി. നമ്മളിപ്പോ ഇനി തൃശ്ശൂരിലേക്ക് പോകുന്ന റോഡാണ് നമ്മളുള്ളത്. അപ്പൊ ഒരു ചെറിയൊരു കട കണ്ടു. ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സോ ജ്യൂസോ എന്തെങ്കിലും കുടിക്കാം അല്ലേ? നമ്മൾ കൊറേ തപ്പി വന്നിട്ട് ഇവിടെയാണ് കിട്ടിയത്. ഹൈവേന്നൊന്നും നമുക്ക് കാണാനും പറ്റുന്നില്ല. എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കുറച്ച് പോകണമെന്ന് അറിയില്ല. അതെ, എക്സിറ്റ് എടുത്താൽ നമുക്ക് പ്രാന്താണ്. പിന്നെ കേറി ഇറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. സോ നമ്മളിപ്പോ എന്തായാലും എക്സിറ്റ് എടുത്തു. നമ്മൾ വേറെ റൂട്ടാണ് പോകുന്നത്, ഹൈവേന്ന് ഇറങ്ങി. സോ നമുക്ക് ഇവിടുന്ന് ഒരു ചായക്കട ഉണ്ട്, 5 സ്റ്റാർ അല്ല, സ്റ്റാർ ഹോട്ട് ആൻഡ് കൂൾ ബാർ. ഓക്കെ, അവിടെ നമ്മള് കേറുന്നു ഗൈസ്. എന്താ നോക്കുന്നേ? ഓ കേറിക്കും. ബുൾസേ കിട്ടും. ബുൾസേ കിട്ടുമായിരിക്കും, ചോദിച്ചോക്കാം. എഗ് ഉണ്ടല്ലോ, എഗ് ദോശയാണല്ലോ, ഓംലേറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. ദോശ വേണ്ട, എഗ് ഉണ്ട്. മുട്ടയുണ്ടോ? എഗ് ദോശയല്ല, ബുൾസേ ഉണ്ടോ? ബുൾസേ ദോശ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. എഗ് വെച്ചിട്ട് ബുൾസേ കൂടെ ഇവർക്ക്. ഓംലേറ്റ് ഉണ്ടോ? എന്താടാ ഓംലേറ്റ് ഇട്ടാ പോരെ, ദോശ ഇല്ലാണ്ട്. ഓംലേറ്റ് ഉണ്ട് ഗൈസ്. ഓംലേറ്റ് ദോശയുണ്ട്, പക്ഷെ ഓംലേറ്റ് ഇല്ല. നമുക്ക് മിൽക്ക് ഷേക്ക് എന്തെങ്കിലും കുടിച്ചാലോ? ഷേക്ക് കുടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഹെവിയോ. ഷാർജ ഷേക്ക് എന്താ വേണ്ടത്? ഷേക്ക് എനിക്കെന്തായാലും കുഴപ്പമില്ല. എന്താ ഇത് ഇത്രയെല്ലാം ആവശ്യമില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല. നമ്മൾ നോർമൽ മതി എന്ന് പറഞ്ഞ അവൻ കുറച്ച് സ്പെഷ്യലായിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഫ്രൂട്ട്സ്, നോർമൽ ഫ്രൂട്ട് അവിൽ മിൽക്ക് കുറച്ച് ഹെവി ആയിപ്പോയി. ഐസ്ക്രീം വേണ്ടെന്നാണ് പറഞ്ഞത്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ കിടന്ന് ഉറങ്ങേണ്ടി വന്നേന്. കഴിക്കട്ടാ. ഞാൻ എന്താ ഓർഡർ ചെയ്തത്? ഞാൻ ചിക്കു ഷേക്കാണ് ഓർഡർ ചെയ്തത്. കുറച്ച് വെറൈറ്റി പിടിക്കാന്ന് ഓർത്ത് ഗൈസ്. നീ കഴിച്ചോ? നീ ഫുള്ള് കഴിക്കണം. അത് ഒന്ന് കയറണം ബോഡിയിൽ നല്ലോണം. എങ്ങനെയുണ്ട് അവിൽ മിൽക്ക്? എങ്ങനെയുണ്ട്? കോഴിക്കോട് അത്ര ഇല്ല, കോഴിക്കോട് അത്ര വന്നിട്ടില്ല ഗൈസ്. ഞങ്ങൾ ചിക്കുവും അവിൽ മിൽക്കും കഴിച്ച് ഇവിടുന്ന് ഇറങ്ങി. 120 രൂപയായത്. 120 രൂപ. അങ്ങനെയാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്.
എന്നാലും അവൻ പറയുന്നുണ്ടല്ലോ. അതെ, കഷ്ടപ്പാട്. 120 ഗൈസ്, 120. നമ്മളെ ഹിന്ദി പറഞ്ഞാലും അതുപോലെ ഇരിക്കും. അതെ, നമ്മളെ ഹിന്ദിയിൽ പറഞ്ഞാലും നമ്മൾ ഭയങ്കര ബോറായിരിക്കും. നമ്മൾ എന്തൊക്കെയായിരിക്കും പറയുന്നത്, എന്തെങ്കിലും പൊട്ടത്തിൻ്റെയൊക്കെ അതുപോലെ തന്നെ ഇവർ മര്യാദയ്ക്കും പറയുന്നുണ്ട്, ഒരു ഫ്ലോയിൽ മനസ്സിലാവുന്നുണ്ട് നമുക്ക്. നമുക്ക് പോവാം. ഞാൻ മറ്റേ അവരുടെ അടുത്ത് കളിച്ച് കളിച്ച് എനിക്ക് ആ ഒരു സ്വഭാവം വന്നിട്ടുണ്ട്. ഇങ്ങനെ ആന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൻ ആന്ന് പറഞ്ഞു ഒറ്റ ഓട്ടോ എന്തല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സമയം കിടന്നു ഉറങ്ങിയാലോ. അടുത്തൊരു സ്റ്റോപ്പും ഇല്ല, നേരെ ഇനി കൊച്ചി. കൊച്ചിയാണോ? ലഞ്ച് അപ്പത്തേക്ക് നമുക്ക് അവിടെ എത്തും. ഇപ്പൊ 12 മണി ആയില്ലേ, ആ സമയത്താകുമ്പോ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൽ എത്തുമായിരിക്കും പറഞ്ഞ കേസ്. ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് ഫുഡ് കഴിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. അപ്പൊ നീ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞു, നീ കഴിക്കാൻ വേണ്ടി പറഞ്ഞു. നീ വാങ്ങിയിട്ട് കഴിക്കാണ്ടിരുന്ന പിന്നെ കഴിപ്പിക്കില്ല ഞാൻ. ഓക്കെ, നമുക്ക് പതിയെ ഇറങ്ങാം. അതെ, പറ്റിച്ചു. ഇവള് അവിൽ മിൽക്ക് വാങ്ങിയിട്ട് കഴിക്കാണ്ട് എനിക്ക് മതി, ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ടതൊക്കെ പറഞ്ഞോണ്ടിരുന്നു. ഞാൻ പറഞ്ഞു ഇനി കൊച്ചി എത്തിയിട്ടേ ഫുഡ് ഉള്ളൂ, ഇതെന്തായാലും കഴിച്ചു തീർക്കാൻ. എന്നിട്ടും കുറച്ചേ കഴിച്ചുള്ളൂ, ബാക്കി ഞാൻ കുറച്ചൊക്കെ ഞാനാ കഴിച്ചത്. അങ്ങനെ പറഞ്ഞാലേ കഴിക്കുള്ളൂ, കഴിക്കാതെ പറ്റാഞ്ഞിട്ടൊന്നല്ല, വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കഴിക്കാണ്ടിരിക്കുകയാണ് ഗൈസ്. അത് നടക്കൂല. നമ്മളിനി നല്ലോണം കഴിക്കണം അല്ലേ? നമ്മള് ജീവിക്കുന്ന തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം കഴിക്കുന്നുണ്ട് നമുക്ക് നല്ലോണം ഫുഡ്, നല്ല ഫുഡ്, നല്ലോണം ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മൾ ഓൺ ആവുക. എന്റെ ഒരു കോൺസെപ്റ്റിൽ അങ്ങനെയാണ്. നമ്മള് വയറ് നിറഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഹാപ്പി ആവുക. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള വയറ് നിറച്ച നമ്മൾ ഓൺ ആവും. അത് കഴിഞ്ഞ് നമുക്ക് എപ്പോ എങ്ങനെ വേണേലും ഹാപ്പി ആവാം. സങ്കടം വന്നാലും അതാ ഒരു റിഫ്രഷ്മെന്റ് കിട്ടും പെട്ടെന്ന്. നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മള് എന്തോ പോലെ ആയിരിക്കും. നമ്മൾ അത് വയറിൽ എന്തെങ്കിലും കൊടുക്കുന്ന വരെ നമ്മൾ ഒരു ഓഫ് ആയിരിക്കും. നമ്മള് വിശന്ന് നമ്മുടെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും, നമ്മള് റോട്ടിൽ കൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് വിശന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് ഫുഡ് വാങ്ങി തരുവോ അങ്ങനെ കാര്യമില്ല, നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറ്റുന്ന ഫുഡ് വാങ്ങി കൊടുക്കുക. ഇപ്പൊ ഇയാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഗൈസ് നമ്മളിപ്പോ. ഇവിടെ നല്ല ഈ പാടത്തിന്റെ സൈഡ് കുറച്ച് ഇങ്ങനെ വ്യൂ പോയിന്റ് പോലെ ഉണ്ട്. അപ്പൊ ഇവിടെ വന്ന ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് വൈകിട്ടൊക്കെ വൈബടിക്കുന്ന ഒരു സ്പോട്ടാണിത്. ഹോട്ട് എയർ കയറുന്നല്ലേ? വ്യൂ കൊള്ളാം. ഇവിടെ മറ്റേ നെൽവയല, നെല്ലൊക്കെ വളർന്നു വന്നാ കാണാൻ. വൈകിട്ട് ചായ കൊണ്ട് ഇങ്ങനെ ഈ തിട്ടില് ഇങ്ങനെ ഇരിക്കുക ആൾക്കാര്, ഇരുന്നിട്ട് ചായം കൊണ്ട് ഇങ്ങനെ വൈകിട്ട് വൈബടിച്ചിരിക്കുന്ന ഒരു സ്പോട്ടാണ്. വൈകിട്ട് വയലിന്റെ ഒക്കെ സൈഡില് ഈ ഒരു റോഡ് കണ്ടോ, 2 സൈഡും ഈ നെല്ലും പാടം വയലിന്റെ സൈഡ്. ഇതാണ് ഇതിന്റെ ഒരു വ്യൂ. ഈ ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയാണ് ഇത്. ഇയാൾ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഞാൻ ലാസ്റ്റ് വന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടാവും ഈ സ്ഥലം. അത് അന്ന് നമ്മൾ മോർണിംഗാ വന്നത്. മോർണിംഗ് വന്നപ്പോ നല്ല കോട ഇറങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. കോട ഉണ്ടായിരുന്നു, നല്ല കോട ഉണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു വ്യൂവും നല്ലൊരു തണുത്ത കാറ്റും നല്ലൊരു സമയത്താണ് നമ്മൾ വന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഒരു ഉച്ചക്കൊക്കെ പോകുന്നതുകൊണ്ട് അത്ര ഒരു വൈബ് കിട്ടുന്നില്ല. വൈകിട്ടും മോർണിംഗ്, നല്ല മോർണിംഗ്, ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല ഫീൽ ആയിരിക്കും. എന്താ അവിടെ എന്താ എവിടെ പോകുന്നു നീ? അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. എവിടെ പോന്ന്? മീനുണ്ടോ? നീ മീനൊക്കെ ഉണ്ടല്ലോ. സിലോപ്പി, ആമ്പലൊന്നും അതിൽ ഇറങ്ങി പറിക്കാൻ പറ്റില്ല. ഇഷ്ടംപോലെ മീനുണ്ട് ഇതിന്റെ അകത്ത്. കാണുന്നുണ്ടോ നീ? അവിടെ കണ്ടോ? സിലോപ്പി, അത് സിലോപ്പി. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? കൊറേ ആമ്പലുണ്ട്, പക്ഷെ നമുക്കത് പറിക്കാൻ പറ്റില്ല. ഇതിന്റെ അകത്ത് ഇറങ്ങി പറിക്കാനാ. ഇതാണ് ഗൈസ്. അല്ല, ഞാൻ ഈ മീനിനെ കാണിക്കായിരുന്നു. അത് ഫുട്ബോളിന്റെ ഗ്രൗണ്ട് അല്ലേ അത്? ഓ, അവിടെ ഒരു ഫുട്ബോളിന്റെ ഗ്രൗണ്ട് ഉണ്ട് ഗൈസ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഫുള്ള് വെള്ളമായി. ഇല്ല, അത് പറിക്കാൻ എവിടെ അമ്പലമുള്ള? എവിടെ
1 2 3 4 5 6. ചളിയാ അത് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ കുളിക്കണം. ഈ വെള്ളത്തിൽ ഇറങ്ങണോ? അറിയില്ലല്ലോ. വലിയ വൃത്തിയില്ലാത്ത വെള്ളം പോലെ എനിക്ക് തോന്നുന്നു. ചിലപ്പോ ഇറങ്ങിയിട്ട് നീ അങ്ങനെ താഴെ പോയാലോ? അത്രയൊന്നും പോവില്ല, ഇറങ്ങൊക്കെ ചെയ്യാം. ചിലപ്പോ നല്ല ചളി ഉണ്ടാവും. വേണ്ടേ വേണ്ടേ പറ, വേണമെങ്കിൽ ഞാൻ പറിച്ചിട്ട് വരാം. നമുക്കൊരു വീട്ടിലൂണ് തപ്പിയാലോ കഴിക്കാൻ? ഒരു ചെറിയ സെറ്റപ്പില് തൃശ്ശൂരിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? ഓക്കെ, കോഴിക്കോടൊക്കെ ചെറിയ റെസ്റ്റോറന്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വീട്ടിലൊക്കെ ആക്കുന്ന പോലെ. അതിൽ തൃശ്ശൂരിൽ നമുക്ക് വീട്ടിലാക്കുന്ന പോലെ ഒരു ചെറിയൊരു ഹോട്ടല്, ചെറിയൊരു സെറ്റപ്പിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. മിക്സ്ഡ് അല്ലാണ്ട് ഇവിടത്തേതായ ടേസ്റ്റിൽ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം ഗൈസ്. നമ്മളെ കണ്ട് കുറച്ച് പേര് ഇറങ്ങി. ഇത് അവിടെയൊക്കെ ഉണ്ട്, ഇത് ആ ഒരു ഏരിയയിലൊക്കെ കുറെ ഉണ്ട്. അവിടെ ഇറങ്ങാൻ പറ്റൂലെന്നാ തോന്നുന്നു. ആ ബസ് പോയിട്ട് പോവാം. അവിടെ ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ വണ്ടി നിർത്തിയത് കണ്ടിട്ട് വേറെ കുറെ ആൾക്കാർ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും പറിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കിയാലോ. കാറൊക്കെ ലോക്ക് ചെയ്തു. പിന്നെ കൊണ്ടുപോകാൻ ഡ്രസ്സൊക്കെ ഉണ്ട്. വാ, ചളിയിൽ വീഴില്ല. വാ, അതാ ഞാൻ പറിച്ചിട്ട് വരാം. നീ ഫ്രണ്ടിൽ ഇല്ല. എന്നെ പിടിക്കോ നീ? എനിക്ക് പറ്റും തോന്നില്ല കേട്ടോ. ചളി നീ വീണ് ഇങ്ങ് വാടാ. അതാ ആരോ എടുത്ത് വെച്ചൊരു കമ്പ് അപ്പുറം ബാക്കില്. ഒന്നും കിട്ടില്ല, ചുമ്മാ. ഗൈസ്, ഓരോ കുത്തിത്തിരിപ്പ് കണ്ടോ? ചളിയിലേക്ക് വീഴുന്നതിന്റെ തൊട്ട് മുന്നത്തെ ദൃശ്യമാണ് ഞാൻ കവർ ചെയ്തോണ്ടിരിക്കുന്നത്. ദേ പോണത് റിവേഴ്സ്. അയ്യേ, ചളിയിൽ കുഴയ്ക്കുന്നു. എടാ അജു, നീ ചാടിപ്പോവില്ലേ? എത്ര ആഴുണ്ടെന്ന് അറിയില്ല കേട്ടോ. ജോ കിട്ടിയുള്ളൂ. നമുക്ക് അമ്പലം കിട്ടി. ഫൈനലി മിഷൻ സക്സസ്. ഞാൻ പിടിച്ചോ. കിട്ടി ഗൈസ്, കിട്ടി. സോ ഫൈനലി കൈയൊക്കെ കഴുകണം. മണമുണ്ടോ? എന്തേ? ഓ, കിട്ടിയല്ലോ. ഞാൻ പറിച്ചിട്ടേ കൊറേ ആയി. പോ, കിട്ടിയല്ലോ ഫൈനലി. ഓർമ്മ വരും. അതെ, പെർഫ്യൂമിന്റെ സ്മെല്ല്. അത് ഓരോ മെമ്മറീസ് നമുക്ക് ഓർമ്മ വരും. അപ്പച്ചൻ എങ്ങോട്ടാ പോകുന്നത്? M80 അല്ല, അത് മറ്റേ XL 250 അങ്ങനെ എന്തോ ഒരു സാധനം. XL 50. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. കഴിഞ്ഞില്ലേ? ഫുഡ് കഴിക്കണം ഗൈസ്. ഒന്നും നോക്കിയിട്ട് കിട്ടുന്നില്ല. നേരത്തെ കണ്ടതൊക്കെ നമ്മൾ വേണ്ട മറ്റേ ഈ സാധനം ഉണ്ടല്ലോ, തൃശ്ശൂരിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെറിയ മറ്റേ വീട്ടിലെ ഊണ് പോലെ കിട്ടണം എന്ന് ഓർത്ത് വെച്ചു. പക്ഷെ ഇപ്പൊ തിരയുമ്പോ ആ ഒരു സാധനം കിട്ടുന്നില്ല അല്ലേ? ഇപ്പൊ നോക്കുമ്പോ ഫുള്ള് മന്തി,
ബിരിയാണി തൃശ്ശൂർ സിറ്റി എത്തിയില്ല. ഇനി ഇതുപോലെ വീട്ടിലെ ഊണ് ടൈപ്പ് ഒന്നും കിട്ടില്ല തോന്നുന്നു. അപ്പൊ നമ്മളിനി ഏതായാലും തപ്പിട്ട് ഏതായാലും ഉള്ളതിൽ കേറിട്ട് കഴിക്കാന്നാണ് നമ്മൾ ഓർക്കുന്നത്. തൃശ്ശൂർ വീട്ടിലൂടെ ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. ഇപ്പൊ ഫുള്ള് മന്തിയൊക്കെ കാണുന്നത്. യൂഷ്വലി നമ്മൾ അതുപോലത്തെ നോക്കിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചാ കാണും. ഇനിയിപ്പൊ കിട്ടുന്ന റെസ്റ്റോറന്റ് ഏതെങ്കിലും കേറി കഴിക്കലേ വഴി ഉണ്ടാവുള്ളൂ. നമ്മളൊരു പുതിയ സ്ഥലം കണ്ടുപിടിച്ചു. പുതിയ സ്ഥലം നമ്മളൊരു റീല് കണ്ടിട്ട് തൃശ്ശൂരിലെ ഏതാ നല്ല ഒരു ഫുഡ് സ്പോട്ട് നമ്മൾ ലഞ്ച് സ്പോട്ട് കണ്ടുപിടിക്കാന്ന് ഓർത്തിട്ട് നമ്മളൊരു കട കണ്ടുപിടിച്ചു റീല്. ഏതാ കട? മാമന്റെ കട. നമ്മുടെ തൃശ്ശൂരിന്റെ മാമന്റെ കടയിലാണ് ഗൈസ് നമ്മളിപ്പോ പോകുന്നത്. മാമന്റെ കടയിൽ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇവനും എന്താണ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വിശന്നിട്ട് പോവാടോ. നമ്മള് പതിയെ പോകുന്നത്. ഇവർക്ക് ഭയങ്കര പെടപ്പാണ്. അപ്പൊ തൃശ്ശൂരിൽ വരുമ്പോ മാമന്റെ കടയിൽ വരണം എന്നാണ് ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങള് മാമന്റെ കടയിൽ ആരോ പറഞ്ഞത് ഞങ്ങള് കണ്ടു. അത് നമ്മള് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മളവിടെ എത്തുമ്പോഴേക്കും ഇനി തീർന്നു പോകുന്ന അറിയില്ല. ഇപ്പൊ തന്നെ 2 മണി കഴിഞ്ഞു. വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ്സ് നമ്മൾ അവിടെ കണ്ടു. ആ ഒരു വീഡിയോയില് അടിപൊളി ഫുഡ് ഉണ്ടല്ലോ. ചിക്കൻ ബീഫ് അങ്ങനെ കുറെ നാടൻ ഫുഡ് ഐറ്റംസ്. ഇവിടെ നിന്ന് നമുക്ക് ഒരു 6 മിനിറ്റേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കേറിട്ട് പോവാം. കറക്റ്റ് ടൈമിലാണ് നമ്മൾ അത് എടുത്തു നോക്കിയത് കേട്ടോ. നമ്മൾ അതിന്റെ അടുത്തെത്തി. നേരത്താണെ നമ്മൾ ശരിക്കും വേണ്ടെന്ന്. പക്ഷെ നോക്കാം. നമ്മള് പിന്നെ സാധാരണ നമ്മൾ പോകുന്ന വഴിക്കുള്ള കടകൾ കയറിയാണ് പോവാറ്. സോ ഇത് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പോവാറില്ല. അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്തേക്കാന്ന് ഓർത്തു. ഗൈസ് നമ്മള് മാമന്റെ കട കണ്ടുപിടിച്ചു. ഇതാണ് മാമന്റെ കട. മാമന്റെ കട വലിയ കടയൊന്നുമില്ല, പക്ഷെ നല്ല ഫുഡാന്ന് പറഞ്ഞ. എന്നാ ആണോ? ഇതാണ് മാമന്റെ കട. മാമന്റെ കടയിൽ എന്താ ഉള്ളതെന്നറിയോ? ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, പോർക്കുണ്ട്, മീൻ വറവ്, താറാവ്, മീൻ കറി, ബീഫ് ഫൈബർ, ഇതെല്ലാം ഉണ്ട്. ആൾക്കാരിങ്ങനെ ഒന്ന് കഴിക്കാം. നമുക്ക് അകത്തേക്ക് കയറാം. വാഷ് ഇവിടെ തന്നെയാന്ന് തോന്നുന്നല്ലേ? കുഴപ്പമില്ലേ? നമ്മളൊന്നും ചോദിച്ചില്ല. അവർ വീട്ടിൽ കയറി വന്നാൽ എല്ലാവർക്കും വിലമ്പ് തരുവാണ് ഗൈസ്. ഞാൻ ഒന്നുമേ പറഞ്ഞില്ല. അവർ തന്നെ വരുന്നു, വെക്കുന്നു. സാമ്പാർ. ഇതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ പ്ലേറ്റ്. എന്താ വേണ്ടേ? കൺഫ്യൂഷനായി. ഇതെന്താ? ബീഫല്ലേ? ബീഫ് വേണ്ടേ? എന്താ വേണ്ട? ഒരു ബീഫ് എന്തേലും കുഴപ്പമില്ല. 2 എടുക്കാം. ഒരു ബീഫ് എടുത്തോ. മീൻ മുട്ടയാ? മീൻ ഞാൻ കഴിക്കും. ഒരു ബീഫ്. എന്നാ പോർക്കാണോ? ബീഫും കഴിക്കണം നമ്മൾ. എനിക്കൊന്നും ഇത് തികയില്ലാതെ എനിക്ക് ഒന്നുകൂടെ വേണ്ടി വരും. ഗൈസ് ഞാൻ പഴയ പോലെ അല്ലേ കഴിക്കുന്നത്. കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുന്നുണ്ട്. ഇതൊന്നും തികയില്ല എനിക്ക്. ഇത് മോര്. അപ്പൊ നമുക്ക് കഴിക്കാം. മോര് ഇളക്കുന്ന സാധനമാണ് ഗൈസ്. റോസിൻ്റെ ഇതുണ്ടാ? ഓ, നമ്മളെ തവിയൊന്നും ഇല്ല, സ്പൂണൊന്നും ഇല്ല. ഇവിടെ വെറൈറ്റി ഓഫ് സാധനങ്ങളാണ് ഗൈസ്. ഇതാണ് മീൻ മുട്ട. എങ്ങനെയുണ്ട് മീൻ മുട്ട? നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ മുട്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വന്ന് ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അച്ചാറാണെങ്കിൽ അതിനേക്കാളും ടേസ്റ്റാണ് അല്ലേ? അടിച്ച് കയറ്റി. നീ ചോദിച്ച പോലെ ഒരു മീൽസ് കിട്ടിയില്ലേ? നല്ലൊരു നാടൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു സാധനം. പക്ഷെ നമ്മൾ ഫൈനലി നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനം തന്നെ കിട്ടി. ഇല്ലാത്ത സാധനങ്ങളില്ല. എങ്ങനെയുണ്ട് പറ? നല്ല അടിപൊളി മീൽസ്. അതെ, നല്ല മോര്. എന്താ പറയാ, മീൻമുട്ട, പോർക്ക് ഞാൻ ഇങ്ങനെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ആദ്യം കഴിക്കുന്നത്. ഞാൻ 2ാമത്തെ തവണ പോർക്ക് ടേസ്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇത്ര ടേസ്റ്റ് ഉണ്ട് എന്ന് തോന്നിയിട്ടില്ല.
പോർക്കിന്റെ പ്ലേറ്റ് പാത്രം മാത്രമേ ഉള്ളൂ, അതിലൊന്നും ഇല്ല ഗൈസ്. നല്ല ടേസ്റ്റാണ്. എന്താ ഈ കണ്ണൊക്കെ കിറങ്ങി നിക്കുന്നേ? ഓ ഇതിന്റെ ആംബിയൻസ് കണ്ടിട്ടല്ല നമ്മൾ കയറേണ്ടത്, ടേസ്റ്റ് വേറെ ലെവലാണ്. മാമന്റെ ഇത് തൃശ്ശൂർ വരുമ്പോ മാമന്റെ കട ഒരു മസ്റ്റ് ഫുഡ് ട്രൈ സ്പോട്ടാണ്. ഇപ്പൊ എല്ലാരും വരണം. അടിപൊളിയാണ്, അതുപോലെ തന്നെ സർവീസും എല്ലാം അടിപൊളി, വേറെ ലെവലാണ് ഗൈസ്. നമ്മളിവിടുന്ന് കഴിച്ചിറങ്ങുന്ന വലിയ റേറ്റ് ഒന്നും ഇല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നല്ലോണം നല്ല വീട്ടിലെ മീൽസ്, നല്ല സ്പെഷ്യൽസും വെറൈറ്റി ഓഫ് സ്പെഷ്യൽ കുറേ എന്തൊക്കെയോ ഉണ്ട്. ആടിന്റെ പൊട്ടുണ്ട്, പിന്നെ കക്കയുണ്ട്, മീൻ മുട്ട, കക്ക. നമ്മളങ്ങനെ വാങ്ങിയിട്ടില്ല, എവിടെയൊക്കെ ഞാൻ പോയടുത്ത് കണ്ടിട്ടില്ല. പോർക്ക് എല്ലാം ഇല്ലാത്ത ഒന്നുമില്ല, സ്പെഷ്യൽ ഇല്ലാത്ത ഒന്നുമില്ല. ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് എല്ലാരും. തൃശ്ശൂർ വരുമ്പോ എന്തായാലും നിങ്ങൾ കയറണം, കയറി കഴിച്ചു നോക്ക്. എന്നിട്ട് പറ. ഞാൻ ആദ്യം പോർക്ക് കഴിച്ചു. പോർക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ എന്ന് ഓർത്തിട്ട് മീൻ മുട്ട കഴിച്ചപ്പോൾ അതിനേക്കാളും ടേസ്റ്റ്. പിന്നെ അതിന് അച്ചാറ് കഴിക്കുമ്പോൾ അച്ചാർ അതിനേക്കാളും ടേസ്റ്റ്. എന്ത് എനിക്ക് മോരാണ് ഒന്നിനൊന്ന് എല്ലാം വേറെ ലെവലാണ്, ഹൈജിലാണ് നിൽക്കുന്നത്. പക്ഷെ നല്ലൊരു മനസ്സ്, നല്ല സ്വഭാവം, നല്ല ഹാപ്പി ആയിട്ട് എല്ലാരും വെൽക്കമിങ് ആണ് അവര്. ഹാപ്പി ആയിട്ട് അവരവരെ ജോലി ചെയ്യുന്നു, അത് കാണാൻ ഭയങ്കര സുഖമുണ്ട്. ആൾക്കാർ വന്നിട്ട് അവർ സ്ട്രെസ് ആവുന്നില്ല, ദേഷ്യം വരുന്നില്ല. അവര് വരുന്നവരെ കയറ്റി വിട് വന്നോട്ടെ, അകത്തുണ്ട് സ്ഥലമുണ്ട് വാങ്ങുന്നു. അങ്ങനെയാണ്, ഭയങ്കര വെൽക്കമിങ് ആണ് അവര്. അപ്പൊ മീൻകറിന്റെ അകത്തുനിന്ന് മറ്റേ മീൻ ചാറിന്റെ അകത്തുനിന്ന് മീനിന്റെ പീസ് തപ്പിപ്പിടിച്ച് അവരെല്ലാവർക്കും. അതെ, മീൻ ചാറ് മാത്രമല്ല, മീൻ ചാറിന്റെ പീസ് വരെ അവര് കൊടുക്കാം. മീൻ കറി വാങ്ങിയില്ലേലും മീൻ വാങ്ങിയില്ലേലും അവര് പീസ് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നല്ലൊരു കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു മീൽസ് കഴിച്ചൊരു ഫീലുണ്ട് അല്ലേ? വയറും മനസ്സും എല്ലാം നിറഞ്ഞു ഗായ്സ്. എല്ലാവരും വന്ന് കഴിച്ചു നോക്കാം. അതെ, ഇനി ഉറങ്ങാൻ പറ്റൂല, നമുക്ക് അങ്ങോട്ട് പോകാനുണ്ട്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ തപ്പി കണ്ടുപിടിച്ചു ഗായ്സ്. ഇത് ഒരു ബസ് സ്റ്റാൻഡിന്റെ സൈഡാണ്. ഏതാ ബസ് സ്റ്റാൻഡ്? ബസ് സ്റ്റാൻഡിന്റെ ഇത് ലൊക്കേഷൻ വരെ നിങ്ങൾ മാമന്റെ കട എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇട്ടാൽ മതി. എന്തായാലും അത് ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ ഉണ്ട്, ആ ലൊക്കേഷൻ വെച്ച് ഇങ്ങോട്ട് വന്നാൽ മതി. വേറെ ലെവൽ ഫുഡാണ് ഗൈസ്, മസ്റ്റ് വിസിറ്റ് ആണ്. കഴിച്ചു നോക്ക്, നമ്മൾ കള്ളം പറയുന്നില്ല. മെട്രോ കണ്ടോ? മെട്രോ. അപ്പൊ നമ്മൾ എവിടെ എത്തി? കൊച്ചി എത്തി ഗൈസ്. നമ്മൾ കൊച്ചി എത്തി. ഫൈനലി വി റീച്ച് കൊച്ചി. നമ്മൾ കൊച്ചിയിൽ വന്നു. ഓൾമോസ്റ്റ് സമയം ഒരു 4 മണിയൊക്കെ ആയി. അപ്പം നീ നമ്മള് നെക്സ്റ്റ് പ്ലാൻ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എന്തായിരിക്കും നമ്മുടെ പ്ലാന്? കൊച്ചി എത്തി കഴിഞ്ഞ് നമുക്കൊരു ചെറിയ മടുപ്പൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയതായിരുന്നു, തൃശ്ശൂർന്ന് ഫുഡ് കഴിച്ച് കയറിയതാണ്. അത് കഴിഞ്ഞ് എവിടെയും നിറച്ച് കഴിച്ചത്, വയറ് നിറച്ച് ഫുഡ് കഴിച്ച് കയറിയതാണ്. അതുകൊണ്ട് എവിടെയും സ്റ്റോപ്പ് ചെയ്തില്ല. അതുകൊണ്ടും ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയിരുന്നു ഇടയ്ക്ക് ഇവള് അല്ലേ? ഉറങ്ങിപ്പോയില്ല, കണ്ണ് അടഞ്ഞു പോയായിരുന്നു, തന്നെ അടഞ്ഞു പോയി അവൾ അറിയാണ്ട്. അപ്പൊ ഒരു ഇങ്ങനെ ആയ സ്ഥിതിക്ക് നമ്മളൊരു റിഫ്രഷ്മെന്റ് ബ്രേക്ക് എടുക്കാന്നാണ് ആലോചിക്കുന്നത്. മുളക് ബജിയും കോഫിയും, ചൂട് മുളക് ബജി. സത്യത്തില് കഴിച്ചത് ഉണ്ട്, അത് ഞാൻ കഴിച്ചോ? ഇതൊക്കെ എന്ത് ചൂടാ ഞാൻ. അപ്പൊ അതാണ് ഗൈസ് ഒരു ടീ ബ്രേക്ക്. മാറിയോ? അങ്ങനെ മയങ്ങി പോയല്ലേ? ചായ കുടിക്കല്ലേ? അതെ, എനിക്ക് കുറച്ച് സീനുണ്ട്. ഇനി കുറച്ചു നേരം പോയിട്ട് കിടന്നാ ഓക്കെ ആവും. ഒരു അരമണിക്കൂർ 1 hour ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. യെസ്, ചായ കുടിക്കുന്നു ഗൈസ്.
ഓക്കെ ചായ കുടിക്കല്ലേ? കോഫി കുടിക്കാം, ചായ അല്ല. സോ ഗൈസ് നമ്മൾ ചായ കുടിച്ചിറങ്ങി. ഇനി നമ്മൾ നേരെ ഫ്ലാറ്റ് പോവാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ കോഴിക്കോട് ടു കൊച്ചി ട്രാവൽ വ്ലോഗ്. അത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വ്ലോഗിൽ കാണാം. സോ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. എന്നിട്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ നല്ല സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ ഗൈസ്. ഓക്കെ, സോ ദെൻ അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. Till then, bye guys.